എനിക്കൊരു വഴിത്തിരിവ്. പക്ഷേ ആ കള്ള ഹരിചന്ദ്രൻ ജയിലിൽ നിന്ന് ഇറങ്ങി കാണും. അവനിങ് എത്തും മുമ്പ് ഇവിടുന്ന് മുങ്ങണം. ടോയ്ലറ്റ് പോണോ? അപ്പൊ മുറി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. ആ തെണ്ടി വല്ല പെണ്ണ് കേസ് ഒപ്പിച്ചിട്ടുണ്ടാവും. നിന്റെ അച്ഛൻ അവനിങ് ബീഹാർ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങില്ലെന്ന് കരുതിയോടാ. ആണോ വെളിയിലാ ബോർഡ് കെട്ടി തൂക്കിയത്? സർദാർജി നിന്നോട് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞോ? പിന്നെ നീ എന്തെങ്കിലും മണ്ടത്തരം ഒപ്പിച്ചോടാ പട്ടി. ഹരിചന്ദ്ര, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്തബദ്ധം? ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോ വേഷം മാറി നടക്കണ കണ്ടപ്പോ സർദാർജി എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ ജോലിയെന്ന്. നീ എന്ത് പറഞ്ഞു? ഞാനൊരു ഫിലിം സ്റ്റാർ ആണെന്ന് പറഞ്ഞു. ഫിലിം സ്റ്റാർ? അയാളത് വിശ്വസിക്കണം. നിനക്ക് ആ ലുക്ക് ഉണ്ടല്ലോ. താങ്ക് യു. പിന്നീട് പഹാഡ്ഗഞ്ചിന്ന് പോലീസുകാർ ഇവിടെ അന്വേഷിച്ച് വന്നപ്പോ അവർക്ക് മനസ്സിലായി നമ്മൾ രണ്ടുപേരും കള്ളന്മാരാണെന്ന്. 14-ാമത്തെ വയസ്സിൽ നാട്ടില് അയലത്തെ അമ്മിണി ചേച്ചിയുടെ മാലയും വളയും അടിച്ചോണ്ട് മുങ്ങി അന്ന് തുടങ്ങിയതാണ് ഈ തൊഴില് എന്നൊക്കെ എന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ? അന്നൊക്കെ അതിന്റെ പിന്നിൽ നിന്റെ മണ്ടത്തരം ഉണ്ടായിട്ടുണ്ട്. നമിച്ച് ഇനി ഈ തൊഴിൽ എനിക്കൊരു പാർട്ട്ണറേ വേണ്ട. വേണ്ട. അല്ലെങ്കിൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ ഞാനും തീരുമാനിച്ചു. നിന്റെ കൂടെയുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഞാനും നിർത്തി. ഇനി അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ പോവാ. എന്തു ജോലി? കേരളത്തിലെ ഒരു വലിയ കമ്പനിയിൽ ജനറൽ മാനേജറായി ചാർജ് എടുത്ത് അവിടുത്തെ ഒരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോവാണ്. എന്താ നീ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാ. ഈ പത്രം ഒന്ന് കാണ്. നോക്കൂ. സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലേക്ക് ഒരു ജനറൽ മാനേജറെ ആവശ്യമുണ്ടെന്ന്. ഈ സ്ഥാപനത്തിന്റെ MD ശങ്കർജിയെ ഇന്നലെ ഞാൻ ഡൽഹി എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടു. അയാളുടെ കണ്ണിൽ ഇപ്പൊ ഞാനൊരു കോടീശ്വരനായ തന്തയാണ്. അതിനാണ് ഈ വേഷമിട്ടത്. ജനറൽ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യാൻ കല്യാണം കഴിക്കാത്ത സുമുഖനായ ഒരു നായരെയോ മേനോനെയാണ് പുള്ളിക്ക് നോട്ടം. അതും MBA-കാരൻ. ശങ്കർജിക്ക് ഒറ്റ മോളാ സൂര്യ. ആ MBA-കാരനെ കൊണ്ട് അവളെ കെട്ടിക്കാനാണ് അയാളുടെ പരിപാടി. ഇപ്പൊ ഞാൻ വീണ്ടും അയാളെ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ട് വരികയാണ്. മാരേജും ഫിക്സ് ചെയ്തു. ആർക്ക്? എന്റെ മോന്. നിന്റെ മോനോ? അതെ. ഇപ്പൊ ഞാൻ എന്റെ മകന്റെ അച്ഛനായി ചെന്ന് ശങ്കർജിയെ പരിചയപ്പെട്ടു. ഇനി മകനായി ചെന്ന് അയാളുടെ മോളെ ഞാൻ കിട്ടും. 23-കാരനും 63-കാരനുമായി ഒരു ഡബിൾ റോൾ. ഡബിൾ റോൾ അല്ലേ? അച്ഛനെയും മകനെയും ഒന്നിച്ച് കണ്ടോന്ന് അയാൾ ആവശ്യപ്പെട്ടാലോ? അത് അയാൾ ചോദിച്ചില്ലെങ്കിലോ? ഞാൻ ചോദിപ്പിച്ചാലോ? എടാ പപ്പ, ആദ്യം നീ നിന്റെ പരിമിതികൾ മനസ്സിലാക്ക്. ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം. നിനക്കതില്ല, എനിക്കതുണ്ട്. അതുകൊണ്ട് ഞാൻ മകനാകാം. പപ്പ, നീ എന്റെ പപ്പ. അത് ശരിയാവില്ല. അത് ശരിയാവണം. അച്ഛനായി കഴിഞ്ഞ പിന്നെ എനിക്ക് പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. കെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. നിനക്ക് പെണ്ണ് വേണോ അതോ സ്വത്ത് വേണോ? ഡാ, എന്റെ ബുദ്ധിയും നിന്റെ അഭിനയവും കൂടി ആവുമ്പോ സംഗതി ഗ്രാൻഡ് ആവും. പക്ഷേ നമുക്കൊരു MBA സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതെനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നീ പെട്ടിയൊന്നും ആ ചൗധരിക്ക് തൂക്കി വിറ്റില്ലേ? പോലീസ് അങ്ങനെ കണ്ടാല് സമയം കിട്ടണ്ടേ? ഞാനിത് അടിച്ചു മാറ്റാൻ തിരക്കിലായിരുന്നു. ഈ പെട്ടി എങ്ങനെയുണ്ട്? പെട്ടി നന്നായിട്ടുണ്ട്. ഇത് കുത്തബ് മീനാറിന് മുന്നിൽ നിന്നും അടിച്ചു മാറ്റിയ പെട്ടിയാണ്. കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് പെട്ടിയുടെ ഉടമസ്ഥൻ എന്റെ പിന്നാലെ ഓടിയപ്പോഴാണ് അവനൊരു മലയാളിയാണെന്ന് മനസ്സിലായത്. ഇതാണ് പെട്ടിയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ. ഇത് ഫയലല്ലേ? ഓ, അകത്തുണ്ടല്ലേ? നമ്മുടെ ബെസ്റ്റ് ടൈപ്പ്. അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ MBA സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട്. രമേശ് നമ്പ്യാർ MBA. അപ്പോ ഇനി മുതൽ ഞാനാണ് രമേശ് നമ്പ്യാർ MBA, the most intelligent, efficient gentleman general manager that Surya Group have ever seen. Original രമേശ് നമ്പ്യാരേ, നിന്റെ ജീവിതം ഇതോടെ നായ നക്കി. ആരോട് പട്ടിനെ വിളിച്ചേ? ചേട്ടായി അല്ല, നായ നക്കിയതാ. ഒരു സോഡയും 2 പഴവും വേണം. കൊല്ലാതൊരു വിലയും പറയും. 2.50. ഇതാ 2.50. ഇതൊന്നല്ലേ ഉള്ളൂ? ആര് പറഞ്ഞു? ഇതൊരു 50, ഇതൊരു 50.
250 വരട്ടെ. ഓ ബാക്കി ആശ എന്നിട്ട് പോടോ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. ആട്ടോ ബ്രദർ പ്ലീസ്. അനിയ, ഒരു ഉപകാരം ചെയ്യാമോ? ചെയ്യാം. സൂര്യ ഗ്രൂപ്പിന്റെ ഓഫീസ് വരെ ഒന്ന് കൊണ്ടുപോയി വിടാമോ? അനന്ത സാർ കയറി. താങ്ക് യു. ഈശ്വര അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ ഹോട്ടലിൽ കയറിയാൽ തന്നെ ഐശ്വര്യ. നല്ലവനായതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചില്ല. ഇവിടെ 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 വലിയ ഉപകാരം. ഹലോ, കാശ് തന്നില്ല. ഉപകാരം ചെയ്തിട്ട് പ്രതിഫലം ചോദിച്ചാൽ പാപം കിട്ടും, ചോദിച്ചില്ലെങ്കിലോ പുണ്യം കിട്ടും. പുണ്യം പാവം. മര്യാദയ്ക്ക് കാശ് തന്നിട്ട് പോടും. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ അനിയ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ഞാൻ പറയില്ലല്ലോ. വണ്ടി വിടറേ എന്നല്ലേ പറയൂ. ഈ അടവൊക്കെ കയ്യിലിരിക്കട്ടെ, മര്യാദയ്ക്ക് കാശ് കാടോ. ഞാൻ ഈ കമ്പനിയിൽ ജനറൽ മാനേജർ ആകാൻ പോകുന്ന ആളാ, മനസ്സിലായോ? ജനറൽ മാനേജർ. കാശ് എടുക്കണം. കാശിന് വരെ ടൈം മതിയോ? അയച്ചു തരാം, അയച്ചു തരാം. എനിക്കെന്തിനാ കാശ് എടുക്കാൻ? കാശില്ലെന്ന് പറഞ്ഞില്ലേ? കാശ് തരാൻ തന്നെ വെറുതെ വിടില്ല. തനിക്കെന്നെ അറിയാം. ചാർജ് എടുക്കേണ്ട ദിവസമാണല്ലോ. എന്താണോ ഈ കാണിച്ചത്? തെയ്യെങ്കിൽ തെയ്. ഈ വരുന്നത് വട്ടനാണേ, സൂക്ഷിച്ചോ. എന്ത് വേണം? എനിക്ക് MD ഒന്ന് കാണണം. MD അകത്തില്ലെന്നേ. നമ്പർ ഇടാതെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? മിസ്റ്റർ, ഞാൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായോ? ഈ കമ്പനിയുടെ ജനറൽ മാനേജറായി ചാർജ് എടുക്കാൻ വന്ന. ജനറൽ മാനേജർ? അതെ, ഞാൻ ചാർജ് എടുത്ത് ആദ്യം തന്റെ ഫ്യൂസ് വരും. ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകണം. ഇറ്റ്സ് മൈ ഓർഡർ. തന്നോട് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് അനുസരിച്ചില്ലല്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് പോവാണ്. ആളറിയാതെ ആരാണെന്ന് മനസ്സിലാക്കാതെ പ്ലീസ്. ഹലോ സാർ, ഒരു ഭ്രാന്തൻ MD കാണണമെന്ന് പറഞ്ഞ അകത്തേക്ക് വന്നിട്ട്. നമസ്കാരം സ്വാമി. സ്വാമിയല്ല, മേനോൻ. നമസ്കാരം മേനോൻ. എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ ഞാൻ ഈ കമ്പനിയിലോട്ട് വലിഞ്ഞു കയറാൻ. കുറച്ച് വെള്ളം തരുമോ? അല്ല വേണ്ട, ഞാൻ എടുത്തോളാം. നോക്കണ്ട നോക്കണ്ട, കൊണ്ടുവിട്ട് ആട്ടോക്കാരെ വലിച്ചു കയറിയതാ. ഈ നിങ്ങളുടെ സെക്യൂരിറ്റിക്കാരനും. അപ്പൊ സെക്യൂരിറ്റിക്കാരനായിട്ട് കൊടുക്കോ? പിന്നെ നല്ല പൊരിഞ്ഞ പിടിമേലിയല്ലായിരുന്നു. ഞാൻ പിടിച്ചൊരു തള്ളു വെച്ചു കൊടുത്തു. വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ, നമ്പ്യാരെന്ന് ചൊല്ലിനേൻ, വാച്ചുമാൻ കേട്ടതാ കോപിച്ചു, മേനോനെ പൊറുക്കണേ. അല്ല, താനാരാ? ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജർ ആകാൻ പത്രപരസ്യം കണ്ടു വന്നയാളാ. നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട്. അവിവാഹിതൻ, സുന്ദരൻ, സൽസ്വഭാവി, MBA ഡിഗ്രി ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് എക്സെട്രാ എക്സെട്രാ. തന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ? അത് മാത്രം ചോദിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതിവിദഗ്ധമായ ഒരു മോഷണം. എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി. സാരമില്ല, ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാം. അതുപോലെ ആളിവിടെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ജനറൽ മാനേജറായി ഒരാളോട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. മിസ്റ്റർ രമേശ് നമ്പ്യാർ. കക്ഷി ഞാനാണ്. എന്താ? എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ. അതില്ലാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ? 10 പൈസ കയ്യിലില്ലാതെ ഡൽഹിയിൽ നിന്ന് തെണ്ടി തിരിഞ്ഞെത്തിയവനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് 3 ദിവസം ജലപാനം കഴിച്ചിട്ട്. സാർ എന്നെ സഹായിക്കണം. പ്ലീസ് ഹെൽപ്പ് മീ സാർ. ഇറങ്ങി പോടോ. കണ്ണി കണ്ട ഭ്രാന്തന്മാരൊക്കെ. ഭ്രാന്തൻ എന്റെ അച്ഛനാണോ? നീ എന്റെ അച്ഛനും പറഞ്ഞോ? അച്ഛനും പറയും, അപ്പൂപ്പനും പറയും. ഹലോ, മെന്റൽ ഹോസ്പിറ്റലല്ലേ? മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കരുത്. ഫോണോടെ വെക്കാൻ. ഫോൺ സാർ വിളിച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. സൂര്യ ഗ്രൂപ്പിന്നാണ്. വയലന്റ് കേസ് വന്നു. തന്റെ അപ്പൂപ്പനാണോ? അതോ വഴിപോക്കനാ? വഴിപോക്കൻ എന്റെ അമ്മായി. ഒരു ഭ്രാന്തനാ. ഉടനെ തന്റെ അമ്മാവൻ കൊല്ലും ഞാൻ. ഞാൻ എന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കൂ അല്ലേ? എന്നാ ഞാൻ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലോട്ട് അയക്കും. ഗേറ്റിലാണ് സെക്യൂരിറ്റി, 4 ചുറ്റും വാച്ചർമാർ. രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ലല്ലോ ഈശ്വര. അകത്ത് നിന്ന് ഒപ്പിട്ട് കൊടുത്ത് ബോഡി കൊണ്ടുവയ്ക്കുള്ളൂ. പിന്നെ ആംബുലൻസ് റെഡിയല്ലേ? ഹലോ, ഇന്ന് ബെഡൊന്നും ഒഴിവില്ല, തറയിൽ കിടക്കണം. റിലേറ്റീവ്സിന്റെ അഡ്രസ് ഡ്യൂട്ടി ഡോക്ടർ കൊടുക്ക്. നാളെ ഷോക്ക് അടിപ്പിക്കണം. ഷോക്കോ? എനിക്ക് ഭ്രാന്തില്ല ഡോക്ടർ. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. അക്യൂട്ട് ഷിസോഫ്രീനിയ തനിക്ക്. വാട്ട് ഡു യു മീൻ? യെസ്, ഒരു തരം ഡിപ്രഷൻ സൈക്കോസിസ്. വയലന്റ് ആവുന്ന ടൈപ്പാ. സൈലന്റ് ആയിക്കൊള്ളാം സിസ്റ്ററെ. ഡോക്ടർ ദേവി തന്നെ ഷോക്ക് അടുപ്പിക്കരുത്. ഞാൻ പവർ ഗേറ്റിലെ GM ആയിരുന്നു. ഞാനൊരു MBA കാരനാണ് ഡോക്ടർ. MBBS എന്ന് പറയാഞ്ഞത് മഹാഭാഗ്യം. നാളെ പവർ തലേ കയറി കഴിയുമ്പോഴേ ഒക്കെ മാറിക്കിട്ടും. ആ, ഉറങ്ങാൻ മരുന്ന് കൊടുത്ത് എനിമയും വെച്ച് കിടത്തി. എനിമേ?
മയക്കി അടിച്ച് മയ്യത്തായതാ. നല്ല വാസന. ഇങ്ങോട്ട് ചാരി നിന്നോ. അനിയ, സിറ്റിയിൽ എന്നെ ഒന്ന് ഇറക്കി വിട്ടേക്കണേ. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണോ? നോൺസെൻസ്. നിങ്ങളൊക്കെ എവിടെ വായി നോക്കി നിൽക്കായിരുന്നു? സാർ, ഞങ്ങൾ ആ പേഷ്യന്റിനെ വരാതെ നിർത്തിയിരിക്കായിരുന്നു. എന്നാ പിന്നെ റോഡിൽ നിർത്താൻ പാടില്ലായിരുന്നോ? എടോ, ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പേഷ്യന്റ് ചാടിപ്പോണത്. ക്ഷമിക്കണം സാർ. ഞാൻ ക്ഷമിച്ചാ പോരല്ലോ, ഇതിനാരും മറുപടി പറയും? എടോ, ഇവിടെ കിടന്ന ഡെഡ് ബോഡി എടുത്തെറിഞ്ഞിട്ടല്ലേ അയാൾ ആംബുലൻസിൽ കയറി രക്ഷപ്പെട്ടത്. അവനെ പ്രതിയാക്കിലേ നിങ്ങൾ കുടുങ്ങും. ഇനി അവനെ പിടികൂടിയിട്ട് നിങ്ങൾ ജോലി കയറിയാൽ മതി. അതുവരേക്കും യു ആർ അണ്ടർ സസ്പെൻഷൻ. സാറന്മാരെ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്ന് എന്നെ രക്ഷപ്പെടുത്തണം. ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വന്ന് എന്നെ പൊക്കും. താൻ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിയതാണോ? അതെങ്ങനെ മനസ്സിലായി? എടാ, അത് കണ്ടാൽ അറിയില്ലേ? അയ്യോ, ഞാൻ ഭ്രാന്തനല്ല. ഇങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു കിടന്നാൽ ഞാൻ മുഴു ഭ്രാന്തനായി പോകും. ആട്ടെ, നിനക്ക് എന്ത് പണിയാണ്? എന്ത് പണി വേണേലും ചെയ്യാം. പാവം, വീട്ടിലൊരു വാച്ച്മാനെ നിർത്തണമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നാലും മതി, ഞാൻ കാല് പിടിക്കാം സാർ. നമുക്ക് നല്ല ഒറിജിനൽ കൂർക്ക കിട്ടും. ഇവന്റെ ഭാവം രൂപം മുഖമൊന്നും ഒരു കൂർക്കയ്ക്ക് ചേർന്നല്ല. അവിടെ എന്റെ മുഖം കൂർക്കയ്ക്ക് പറ്റിയതാണ് സാർ. സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നവരെ എനിക്ക് ജീവിക്കണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. സാബ് സാബ്, अरे लोगों, बाहर आ जाओ. इस देश और घर को रक्षा करने के लिए राम सिंह गुरखा आया है. जबलपुर, जयपुर, जमशेदपुर, कोलालमपुर, करीपुर, राज कपूर, शशि कपूर, अनिल कपूर आदि शहरों में चोर लुटेरे हत्यारों को मारकर राष्ट्रपति से विशिष्ट सेवा पदक प्राप्त करके अंत में इस शहर में पहुंचा हूँ. सब लूटा की होश में ये तो क्या किया. नमस्कार साहब. നമസ്കാരം. इधर काम के लिए जगह खाली है. ये जानकर मैं नेपाल से आया हूँ. എന്താണ് ഇവൻ പറയുന്നത്? ജോലിക്ക് വേണ്ടി വന്നാണെന്ന്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. मैं नेपाल वाला राम सिंह हूँ. ഞങ്ങൾ ഗൂർഖകൾക്ക് ഒരേ ഛായ. തനിക്ക് മലയാളം പറയുന്നു. थोड़ा थोड़ा मालूम. एक मलयाली नायर के एक नेपाली लड़की ഉണ്ടായതാണ് ഞാൻ. ക്രോസ. मगर अभ्यास में अव्वल नस्ल का हूँ. खिलाड़ियों का खिलाड़ियों हूँ मैं. देख लो साहब. 1 2 3 4 5 6 7 8 9 10. अरे भगवान, ഇതൊക്കെ ചെയ്യാനുള്ള ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ല. मैं राम सिंह गुरखा हूँ. മേനൻ സാർ, കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. चोरों को एक ही नजर में मुझे जानता हूँ. എന്താ ഈ പറഞ്ഞേ? കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു. ചോട്ടോ चोर എന്താ താൻ കള്ളനാണെന്ന ഇയാള് വീണ്ടും പറയുന്നത്. ഓർമ്മക്കുറവുകൊണ്ട് കുറെ രൂപയുടെ കണക്ക് എഴുതാൻ മറന്നു കഴിച്ചാൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ട് മിടുക്കനാണ് തോന്നുന്നു. അപ്പോയിന്റ് ചെയ്തേക്കൂ. शुक्रिया साहब. ഹലോ ശങ്കർജി, ഞാൻ ഡൽഹിന്നാ. രമേശ് നമ്പ്യാരുടെ അച്ഛൻ എമ്മൻ നമ്പ്യാർ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ആ ശങ്കർജി, നമ്മളന്ന് നേരിൽ കണ്ടപ്പോൾ മകൻ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, അവനിന്ന് അമേരിക്കയിൽ നിന്ന് എത്തി. ആ, എന്റെ മകന്റെ അടുത്ത് ഞാൻ കൊടുക്കാം. हाय अंकल, हाउ आर यू? മിസ്റ്റർ രമേശ് നമ്പ്യാർ. क्या साहब? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? कुछ नहीं साहब. തന്നോടല്ലോ ഒന്ന് പോയേ.
ഞാനല്ലാതെ വേറെ ഏത് രമേശ് നമ്പ്യാർ? ഓ രാം സിംഗ്, രാം സിംഗ്. No, no, no. ഹോട്ടൽസ് ഒന്നും വേണ്ട, ബുദ്ധിമുട്ടല്ലേ. I will stay in your house. ഗുഡ്. എയർപോർട്ടിൽ എന്റെ മാനേജർ മേനൻ റിസീവ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ശരി. ഇവിടെ മേനെ സാർ, വരുന്ന 7-ാം തീയതി രാവിലെ രമേശ് നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് വരുന്നു. താൻ പോയി റിസീവ് ചെയ്യണം. ഹായ് ഡാഡ്. മോളെ സൂര്യേ, എന്താ ഡാഡി? നമ്മുടെ കമ്പനിയിൽ പുതിയ GM ചാർജ് എടുക്കാൻ പോകുന്ന ആള് 7-ാം തീയതി എത്തുന്നു. വാട്ട് ഹാപ്പൻ ടു യു? എടി പെണ്ണെ, നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ വരുന്നു. രമേശ് നമ്പ്യാർ MBA. പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ആളുടെ ഒരു ഗെറ്റപ്പ്. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ, അമേരിക്കയിൽ നല്ല അന്തസ്സായിട്ട് ജീവിച്ചവനാ രമേശ് നമ്പ്യാർ. നീ അവനൊന്ന് കണ്ടു നോക്ക്, നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട, ലെറ്റ് മീ സീ ഹിം ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ ഫിക്സ്ഡ്. അയ്യോ, ഫിക്സ്ഡ് അല്ല. ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കി ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ സ്വത്തും അവളെ അടിച്ചോണ്ട് പോകും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ കരയാതെ, അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വരുന്ന ചെക്കൻ ഇവിടെ എത്തരുത്. ഇവിടെ എത്തരുത് അവനോട് വിളിച്ചു പറഞ്ഞാലോ? വിട്ടിത്തരം പറയണ. പിന്നെന്താ വഴി? പങ്കായ കെണി വെച്ച് അവനെ തട്ടം. അതിന് പറ്റിയാൾ പൊളിറ്റിക്കൽ ബ്രോക്കർ ബേപ്പൂര് മൂസ. സമൂസയെ പരിപ്പ് വട. നമസ്കാരം. സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? ഒരു പൊളിറ്റിക്കൽ ബ്രോക്കർ വന്നിട്ട് ഇവന്മാർക്കൊന്നും പൊളിറ്റിക്സും അറിയില്ലേ? കോട്ടയം നമ്പർ 4. എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടെ പറയാൻ പറ്റാത്തതുകൊണ്ടാ നേരിട്ട് വിളിപ്പിച്ചത്. നിങ്ങൾ സംസാരിച്ച് വന്നപ്പോഴേ ഏകദേശ രൂപം കിട്ടി. കാര്യം എന്താ വെച്ചാ പെട്ടെന്ന് പറഞ്ഞോളി. നമുക്ക് ഒറീസയിൽ ഇത്തിരി പണിയുണ്ട്. 4-5 പൊളിറ്റിക്കൽ മർഡർ, അതിനുള്ള ആൾ ഏർപ്പാടാക്കണം. അല്ല മൂസിക്ക, ഇത്രയും കൊലപാതകങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ട് നിങ്ങൾ ഇതുവരെ അകത്തായില്ലേ? എന്റെ കരുനാവ് കൊണ്ടൊന്നും പറയാതെ ഹംകെ. നമ്മൾ വെറും ഓർഗനൈസർ. വാടക കൊലയാളികളെ ഓൾ ഇന്ത്യ ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാവൻ ഡിസ്ട്രിബ്യൂട്ടർ. നമ്മൾ ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആരെങ്കിലും പെട്ടെന്ന് കൂടി കയറി വരും. ആ രമേശ് നമ്പ്യാർ ഒതുക്കാൻ എന്താ ഒരു വഴി? അതെ. അയാള് വലിയ കോടീശ്വരനും പഠിപ്പൊക്കെ ഉള്ള ആളല്ലേ? ആണ്. വെൽ പ്ലാൻഡ് ആയിരിക്കണം. ആയിരിക്കണം, ആയിരിക്കണം. എയർപോർട്ടിനെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കളയാം. അത്രയ്ക്ക് വേണോ? നിങ്ങൾ ബേജാറാവണ്ട, ആലിബാബയെ വരുത്താം. കിഡ്നാപ്പിംഗ് എക്സ്പെർട്ടാ. കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കോളും. പക്ഷെ ഒറ്റ വരിക്ക് 5 lakhs കൊടുക്കണം. 5 ലക്ഷം. 5 ലക്ഷം? ആ വെടി മിസ്സായാല്? മിസ്സാവുന്ന പ്രശ്നമേ ഇല്ല. അഥവാ മിസ്സായാൽ ഒരു വെടി കൂടി വെക്കണം. അതിന് കൊടുക്കണം 5 ലക്ഷം? കൊടുക്കണം. അത് മാത്രം. എന്റെ ബ്രോക്കറേജ്, വിമാന ചെലവ്, ബോംബെയിലെ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ്, പിന്നെ ബൊമ്പായി അല്ലേ എന്റർടൈൻമെന്റ് അതും കൂടി. അല്ലിക്കായി എന്റർടൈൻമെന്റ് അതെന്താ? അതായത് ചേട്ടോ, എന്റർടൈൻമെന്റ് എന്താണെന്ന് അയാൾ മുമ്പ് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഇതിനോടെ ചോദിക്കാൻ പാടുണ്ടോ? എന്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ചാല്? അവന്റെ സംശയം. അല്ല, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ? നമ്മൾ പറഞ്ഞ പോലെയല്ല, ഞാൻ പറഞ്ഞ പോലെ. ഞാൻ ബോംബെയൊക്കെ പറക്കുന്നു, ആലിബാബയെ കാണുന്നു. രമേശ് നമ്പ്യാർ റിസീവ് ചെയ്യാൻ ആളെത്തിയിട്ടുണ്ട്. കാർഡ് മാറ്റിക്കോ. രമേശ് നമ്പ്യാർ. ഹായ്. ഹലോ. I am Ramesh Nambiar, MBA. Welcome, sir. Nice to meet you. The climate in Kerala is so horrible. It's normal, sir. Okay. Car is ready. Come. ഒത്തിരി നേരം വെയിറ്റ് ചെയ്തല്ലേ ഫ്ലൈറ്റില്? It doesn't matter, sir. എന്താ ഈ വേഷത്തില്? ബോഡിഗാർഡ്? Come on, sir. I mean black cat. Okay. Yeah. Come. Oh, Sorry. no problem. റിസീവ് ചെയ്യാൻ വന്ന ആളെന്തിനാ തോക്കെടുക്കുന്നത്? ചലോ. ഹലോ ഡീസൽ ഉണ്ടാവില്ലല്ലേ? ഇല്ലെങ്കിൽ തന്നു തരൂ.
ഞാനിപ്പോ ആകെ കൺഫ്യൂഷനില്ല. ഒരാൾ എന്നെ കൊല്ലാൻ വരുന്നു, മറ്റൊരു സംഘം എന്നെ രക്ഷിക്കാൻ വരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളൊക്കെ ആരാ? Tell me. തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവരെ വെട്ടിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു പ്രൊഫഷണൽ ഫ്രോഡ്. തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന പിടികിട്ടാപ്പുള്ളികളെ പിടിച്ചു കൊടുക്കുക, കൊല്ലാൻ കൊണ്ടുപോകുന്ന കോടീശ്വരന്മാരെ രക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെന്റിനും നാട്ടുകാർക്കും ചെയ്ത് അതിന്റെ കൂലി കണക്ക് പറഞ്ഞു മേടിച്ച് ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു അസാധാരണ ഫ്രോഡ്. അപ്പൊ നീയും എന്നെ പോലാണല്ലേ? സാറെന്താ ആലോചിക്കുന്നത്? എന്റെ കൂലി എന്നേക്ക് ഞങ്ങൾ പോയിക്കൊള്ളാം. തരാം. പക്ഷെ അതിനു മുമ്പ് ഇവൻ ആരാണെന്നും എന്തിനാ എന്നെ കൊല്ലാൻ വന്നതെന്നും എനിക്കറിയണം. അതിനൊക്കെ വേറെ ക്യാഷ് ആവും. ക്യാഷ് എനിക്കൊരു പ്രശ്നമല്ല. റിസർവ് ബാങ്കിന് സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ ക്യാഷ് തരും. പക്ഷെ അതിനു മുമ്പ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്കറിയണം. ഇവന്റെ ജനനം മുതൽ മരണം വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ്. ഓക്കെ? പറയാ തെണ്ടി, നീ എന്തിനായി സാറിനെ കൊല്ലാൻ ശ്രമിച്ചത്? പറയാ തെണ്ടി, നീ ആരാ? मैं अली बाबा हूँ. बंद करके मारना मर्दों का काम नहीं. എന്തോ തന്നെ കെട്ടിയിട്ട് തല്ലുന്നത് ആണത്തമല്ലെന്നോ? എങ്കിൽ സത്യം പറ, എന്തിനെന്നെ കൊല്ലാൻ വന്നു? पैसा लेकर कमीने कुत्ते, मेरा इस शरीर में प्राण है तो जरूर तुझे मार डालूंगा, समझा? മാർ ഡാലൂങ്ക എന്നുവെച്ചാ? അപ്പോ എന്നെ കൊല്ലാൻ ഇവൻ ആരുടെയോ കയ്യിൽ നിന്നും പണം പറ്റിയിരിക്കുന്നു. അപ്പോ രമേശ് നമ്പ്യാർക്ക് ശത്രുക്കളുണ്ട്. അബദ്ധം പറ്റരുത്. ബുദ്ധിപരമായി നീങ്ങണം. നീ ഒരു കൂലിത്തല്ലുകാരനല്ലേ? കാശ് കിട്ടിയാൽ എന്തും ചെയ്യുന്ന ഫ്രോഡ്. ന്യായമുള്ള കാര്യമാണെങ്കിൽ തല പോയാലും ഞാനെന്റെ ജോലി ചെയ്യും. ന്യായമോ അന്യായമോ അത് വേറെ കാര്യം. റിസ്ക് എടുക്കാൻ തയ്യാറാണോ? ആണെങ്കിൽ എനിക്ക് പകരം നീ എവിടെ പോകണം? ഞാനായിട്ട് രമേശ് നമ്പ്യാർ എന്ന MBA കാരനായിട്ട്. അതിനെന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. എന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ നിനക്ക് തരാം. ശത്രു ആരാണെന്നും എന്താണ് അവന്റെ ലക്ഷ്യമെന്നും നീ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ അവിടെ എത്തിക്കൊള്ളാം. എത്രയാ നിന്റെ പ്രതിഫലം? 1,00,000 രൂപ അഡ്വാൻസ്. ടോട്ടൽ 2 ലക്ഷം രൂപ. ജബാന്ന് എണ്ണി തരണം. ചെക്ക് വേണ്ട, ക്യാഷ് മതി. ഡെയിലി ബാറ്റ വേറെ. എനിക്ക് നിനക്ക് ഞാൻ വേറെ തരാം. എഗ്രീഡ്? ഓക്കേ, എഗ്രീഡ്. പക്ഷേ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ എന്നെ അറിയിച്ചിരിക്കണം. പിന്നൊരു കാര്യം, അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്, സൂര്യ. അവളോട് മാത്രം നീ എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. രമേശ് നമ്പ്യാർ MBA അത് നീയല്ലെന്നും ഞാനാണെന്നും ഞാൻ നിന്നെപ്പോലൊരു മണ്ടനല്ലെന്നും സുന്ദരനും അതീവ ബുദ്ധിമാനുമാണെന്നും നീ വച്ച് കാച്ചിക്കണം. എന്നെ കുറിച്ച് നീ അവളോട് പറയുമ്പോഴൊക്കെ പൊക്കിയേ പറയാവൂ. ഇനി ഒടുവിൽ അവൾ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ മെന്റൽ എങ്ങനെ ആയി പോയാലോ? തോക്കിനകത്ത് കയറി ഓടിക്കണ്ട. മെന്റലായി പോയാൽ ഞാൻ ട്രീറ്റ് ചെയ്തോളാം. പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളണം. മനസ്സിലായോ? അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലായതേ ഇല്ല. എല്ലാം ശുഭമായി കലാശിക്കും. ആലിബാബയെ മാത്രമല്ല, ഈ രമേശ് നമ്പ്യാരെയും നമ്മൾ ഇനി വിടുന്നില്ല. ഈ വലിയ ചുങ്കത്തറയിൽ അച്ചായന്റെ കളി ഇവിടെ ആരംഭിക്കും. കൂടെ കൂടെ ഇവൻ പേടിപ്പിക്കുന്നുണ്ടല്ലോ. സൂക്ഷിക്കണം. എത്തിയിട്ടില്ലെന്നോ? മിസ്റ്റർ നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാണല്ലോ പുറപ്പെട്ടു. ആട്ടെ, താൻ എത്ര മണിക്ക് എയർപോർട്ടിലെത്തിയത്? 12:30. എടോ, ഫ്ലൈറ്റ് ടൈം 12 മണിക്കല്ലേ? അരമണിക്കൂർ താൻ എവിടെ പോയി കിടക്കായിരുന്നു? അയാൾ വന്നിട്ടുണ്ടാവും. ഇനി എവിടെ പോയി അന്വേഷിക്കാനാ ഞാൻ? എന്തന്വേഷിക്കാൻ? എവിടെ അന്വേഷിക്കാൻ? അവിടെ വെടി പൊട്ടി, ഇനി ഒരു പൊടി പോലും കിട്ടില്ല. ആലിബാബ അവിടെ അവനെ തട്ടി, മണിവർണ്ണൻ ഇവിടെ ഇവളെ കെട്ടു. അച്ഛാ, ബഹുത്ത് അച്ഛാ. ठहरो ठहरो ठहरो. आपका नाम क्या है? രമേശ് നമ്പ്യാർ. എന്റെ അതേ പേര്. ക്വാളിഫിക്കേഷൻ? MBA. എന്റെ അതേ ക്വാളിഫിക്കേഷൻ. ഇയാളാണോ ജനറൽ മാനേജർ? I am രമേശ്. ഏത് രമേശ്? എന്ത് രമേശ്? രമേശ് നമ്പ്യാർ MBA. ഓ, രമേശ് നമ്പ്യാർ MBA. സാറേ, രമേശ് നമ്പ്യാർ എത്തി. 5 ലക്ഷം പോയോ ഭഗവാനെ? ഇവനെന്തോ ഒരു കള്ളനെ പോലെ പതിഞ്ഞു പതിഞ്ഞു നോക്കണ. ഒരൊറ്റ ഓട്ട പോലും ഈ ശരീരത്തിലില്ല. ഹായ്, നമസ്കാരം. അല്ല, ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എയർപോർട്ടിൽ വെച്ചിട്ട് വല്ല ഇന്ത്യക്കാരന്മാരും വന്ന് അടിയോ ഇടിയോ വെട്ടിയോ കുത്തിയോ ചവിട്ടോ എന്തൊക്കെ ഉണ്ടായി?
ഓ പാലിബാബെ വരുത്ത ഇവന്മാരാണല്ലേ? ഉണ്ടായി. ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതും ഒരു വെടിയുണ്ടതാ ഇങ്ങനെ നേരെ ഇവിടം വരെ വന്നു. ഞാൻ ഫേസ് മാറ്റി കളഞ്ഞു, അതങ്ങ് ചീറ്റി പോയി. ചീറ്റിയത് വെടിയുണ്ടല്ല, 5 ലക്ഷം. 5 ലക്ഷം? അത് ഈ അതെ, ഈ കണ്ണപ്പനുണ്ണിയിൽ ചന്തു പറഞ്ഞില്ലേ, ആലിപ്പഴം പെറുക്കാം പീലിക്കൂടെ നിവർത്താം, ആ പാട്ട് പിന്നെ ഭയങ്കര ഇഷ്ടം. ആലിപ്പഴം നിവർക്കാം പീലിക്കൂടെ നിവർത്താം, ആലിപ്പഴം പെറുക്കാം പീലിക്കൂടെ നിവർത്താം. ഇവന്മാര് പാരയായിട്ട് വരും. ആലിപ്പഴം ഞാൻ പെറുപ്പിക്കാൻ കേട്ടാ. ഹലോ 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 ഹലോ, ഐ ആം രമേശ് നമ്പ്യാർ MBA. ഐ ആം ശങ്കരൻ നായർ. റിസീവ് ചെയ്യാൻ ഞാൻ മാനേജറെ എയർപോർട്ടിലേക്ക് അയച്ചിരുന്നു. ആളൊരു മറവിക്കാരനാ, അതുകൊണ്ട് ഒരു അല്പം ലേറ്റ് ആയി. അതേതായാലും നന്നായി, അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ്. അതെന്താ? എന്നെ കണ്ടുപിടിക്കാൻ പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ ഞാനും കൂടെ ശ്രമിച്ച് മൊത്തത്തിൽ അതൊരു ഗുലുഗുലു തീക്താൻ കഴിച്ച അനുഭവമായനെ. നല്ല ഹ്യൂമർ സെൻസ്. ബൈ ദ ബൈ മിസ്റ്റർ രമേശ്, നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. നൗ ഐ എം ഹാപ്പി. യു ആർ വെരി സ്മാർട്ട്. താങ്ക് യു. മോളെന്തിയടോ? മോൾക്ക് കാണണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഇങ്ങനെയാ. മോളെ സൂര്യേ, മോളിങ്ങോട്ട് വന്നേ. അവളൊരു ഇത്തിരി മൂഡ് ഓഫിലാ. ഞാൻ അവളെ പരിചയപ്പെടുത്താം, വരൂ. വേണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് പരിചയപ്പെട്ടോളാം, അതല്ലേ നല്ലത്. ദാറ്റ്സ് ഗുഡ്. ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ് ഫോർ ഹർ. എവിടാ മുറി? മോളില. ഓക്കേ, ഐ വിൽ മാനേജ്. അവളെങ്ങാനും അങ്ങനെ വല്ലതും പറഞ്ഞെങ്കിൽ തന്നെ ആ കാര്യം താനോട് എഴുന്നള്ളിക്കാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയണ്ടേ? തട്ടിമുട്ടി ഒച്ച വെക്കണ്ട ഡാഡി, എനിക്ക് ആരെയും കാണണ്ട. കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഹലോ, ഒന്നിങ്ങോട്ട് നോക്കി. യെസ്, ഐ ആം രമേശ് നമ്പ്യാർ MBA. ഇത്രയും കാലം ഒളിച്ചു വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ അങ്ങനെയാണ്. കുട്ടിക്കാലം മുതൽ അല്പം ചൈൽഡിഷ്. അതെന്റെ നേച്ചറാ. ഡാഡി എപ്പോഴും അതിനെക്കുറിച്ച് വഴക്ക് പറയാറുണ്ട്. ബട്ട് ഐ ആം കെയർലെസ്. പക്ഷെ ഇപ്പോൾ എല്ലാ സത്യവും തുറന്നു പറയാൻ സമയമായി. ഇനിയും നിന്നെ പറ്റിക്കാൻ എനിക്ക് വയ്യ. ബിക്കോസ് ഐ ലവ് യു. ഐ ഡു ലവ് യു. ഐ ലവ് യു സോ മച്ച്. സത്യമാണോ നീ പറയുന്നത്? എന്റെ ഹൃദയം പോലെ പരിശുദ്ധം. രമേശ് നമ്പ്യാർ എന്ന് പറഞ്ഞ ആ വീട്ടിൽ കാലുകുത്തിയതും ഒരൊറ്റ ആക്രമണമല്ലായിരുന്നു. ആര്? അവളുടെ അമ്മാവനും അവളുടെ മുറച്ചെറുക്കൻ. എന്നിട്ട് ഞാൻ ചെറുത്തു നിന്നു. ഓരോരോ കടമ്പകൾ കടക്കുമ്പോഴും എനിക്ക് തോന്നി ഞാൻ രമേശൻ നമ്പ്യാരല്ല എന്ന് വിളിച്ചു പറയണമെന്ന്. എന്നിട്ട് നീ അത് പറഞ്ഞോ? ഞാൻ പിടിച്ചു നിന്നു, സാറിന് വേണ്ടി. അവളോട് മാത്രം എന്നെ പറ്റി പറഞ്ഞില്ലേ? പറഞ്ഞെന്നോ? എല്ലാം പറഞ്ഞു. സാർ എന്നെ പോലെ സുന്ദരനല്ല, അല്ല സാർ എന്നെക്കാളും സുന്ദരനാണ്. മാത്രമല്ല 6.5 അടി പൊക്കമുണ്ടെന്ന് വരെ വെച്ച് കാച്ചിട്ടുണ്ട്. 6 അടി പൊക്കോ? എനിക്ക് 5 അടി പൊക്കല്ലേ ഉള്ളൂ. സാറല്ലേ പറഞ്ഞ എന്തും പൊക്കി പറയണമെന്ന്. പൊക്കി പറയാൻ പറഞ്ഞ പൊക്കെ കൂട്ടി പറയാനാണോടാ? ഒരടിയുടെ കുറവല്ലേ ഉള്ളൂ. അതെ, ഒരടിയുടെ കുറവുണ്ട്. അത് നിനക്കിരിക്കും. ഞാൻ എന്തായി പറയുന്നത്? പട്ടി കെട്ടഴിച്ച് വിട്ടാ നിന്നെ കൊല്ലുമെന്ന്. എന്നെ? നിന്നെ കൊന്നിട്ട് എന്താ കാര്യം? എന്നെ? അപ്പൊ കെട്ടഴിച്ചു വിട്ടാ സാറിനെ കൊല്ലൂ? അതല്ലേ പൊട്ടാ ഹിന്ദി പറഞ്ഞത്. എന്നാൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? നാളെ രമേശ് നമ്പ്യാർ MBA ആയി സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ജനറൽ മാനേജരായി ഞാൻ ചാർജ് എടുക്കുന്നു. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. എന്റെ കൊക്കി ജീവിതത്തോടത്തോളം കാലം അത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലേ? ഇല്ലേ? ഇല്ല. കെട്ടഴിച്ച് വിടട്ടെ. സമ്മതിച്ചിരിക്കുന്നു.